ഇവിടെ ഒരാൾ പാതിരാത്രി ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനായി വരുന്നു. പക്ഷെ അയാൾ പാതിരാത്രിയിലാണ് വന്നതെങ്കിലും ഒരു പെണ്ണ് മാത്രം ആ കസ്റ്റമറിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞ് അവൾ സ്റ്റാഫ് റൂമിലേക്ക് റെസ്റ്റ് എടുക്കാനായി വരുന്നു. അവിടെ ഇവൾക്കൊപ്പം വർക്ക് ചെയ്യുന്ന ലേഡി പാതിരാത്രി വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നവർക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ച് വഴക്ക് പറയുന്നു. അപ്പോൾ ഇവൾ കസ്റ്റമർ വന്നാൽ മാത്രമേ നമുക്ക് പോലും ഇവിടെ ജോലിയുള്ളൂ, അതുകൊണ്ട് അവർ നമുക്ക് ദൈവമാണെന്ന് പറയുന്നു. അടുത്ത ദിവസം അയാൾ റൂം വെക്കേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങുന്നു. അയാൾ പുറത്തേക്കിറങ്ങിയതും ഇവളാണ് ആ റൂം ക്ലീൻ ചെയ്യാൻ വന്നത്. അപ്പോൾ തറയിൽ ഒരു കവറിൽ എന്തോ കിടക്കുന്നത് കണ്ട് എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിന് കാശുണ്ട്. ഉടനെ ഓടി വന്ന് അയാളെ വിളിച്ച് അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. അത് കണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ലേഡി എന്തിനാണത് തിരികെ കൊടുത്തത്, നമുക്കത് എടുക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. പക്ഷെ മറ്റുള്ളവരുടെ കാശ് നമുക്ക് എന്തിനാണെന്ന് ഇവൾ വിചാരിക്കുന്നു. അതിനുശേഷം റിസപ്ഷനിലേക്ക് വരുമ്പോൾ അയാളോട് ഫീഡ്ബാക്ക് ചോദിക്കുന്നു. പക്ഷെ അയാൾ ആ ഹോട്ടലിന് ഒത്തിരി കുറവുകളുള്ളതുകൊണ്ട് മേലാൽ ഈ ഹോട്ടലിലേക്ക് വരില്ലെന്ന് പറയുന്നു. അത് കേട്ട മാനേജർ കസ്റ്റമറിനോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാതെ ഒരു കസ്റ്റമർ വരാത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ഇദ്ദേഹം ഇനി മുതൽ നീ ഇവിടുത്തെ മാനേജർ അല്ല, ആ പെൺകുട്ടിയാണ് മാനേജർ എന്ന് പറയുന്നു. ഉടനെ ഇവൻ അത് പറയാൻ നീ ആരാണെന്ന് ചോദിച്ച് ചിരിക്കുന്നു. ഇപ്പോൾ അയാൾ മാസ്ക് മാറ്റുമ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾ ഈ ഹോട്ടലിന്റെ ഓണറാണ്. അതറിയാതെ കസ്റ്റമർ ആണെന്ന് വിചാരിച്ച് ഇയാൾ അഹങ്കാരത്തോടെ സംസാരിച്ചു. പക്ഷെ ഇദ്ദേഹം ആരാണെന്ന് അറിയില്ലെങ്കിൽ പോലും ആ പെൺ അദ്ദേഹത്തോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു. അതുകൊണ്ട് അവളാണ് ഇനി മുതൽ ഈ ഹോട്ടലിന്റെ മാനേജർ എന്ന് പറയുന്നു.